ഇനി മധുരക്കിഴങ്ങിന് വളരാൻ വേണ്ടി ഈ വഴുതനങ്ങ എടുത്ത് മാറ്റിയാണ്. കാരണം എന്ന് വെച്ചാൽ ഇവിടെ ഒരു വലിയിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ തുരപ്പനും കീരിയൊക്കെ വരാതിരിക്കുള്ളൂ. അപ്പോൾ വഴുതനങ്ങ മാറ്റി വയ്ക്കുകയാണ്. അവിടെ പൊക്ക സ്ഥലമാണല്ലേ, പൊക്കത്തോട്ടെടുത്ത് വെച്ചില്ലെങ്കിൽ അതൊക്കെ പോകും. പിന്നെ വഴുതനങ്ങ കൊലയൊക്കെ ഉണ്ടായി കിടക്കുന്നുണ്ട് ഇതിൽ. കുഴപ്പമില്ല, കുറച്ചാലും കൂടെ ഉണ്ടാവും. അത് നിലത്ത് മണ്ണിലോട്ട് വേര് പടന്നാലുള്ള ഗുണം ഇതാണ്. അതിന് വേരുണ്ട്, അതാണ് വേര് പൊട്ടിച്ചെടുക്കണത്. ഇവിടെ ഇത്തിരി മണ്ണുകളൊക്കെ ആയി ചെടി വെച്ചല്ലേ, അതിനൊരു താങ്ങ് കെട്ടി കൊടുക്കണം കേട്ടോ. നമുക്ക് കായ്കൾ ഇഷ്ടം പോലെ ഉണ്ട്. അപ്പോൾ താങ്ങ് വെച്ച് കൊടുത്തില്ലെങ്കിൽ അത് നേരെയാവൂലത്. വഴുതന കണ്ടിട്ട് ഒരു ഇതല്ലേ, നോക്കി കൈ നോക്കി വേണ്ട, ഇത് കൊല പോലെ കിടക്കണാടുമ്പോൾ ഇപ്പുറം അവിടെ നിന്നപ്പോൾ ഇതിൽ ഇത്ര ഉണ്ടെന്ന് തോന്നിയില്ല അല്ലേ. കാട് പിടിച്ചെടുക്കണമെന്ന് നമുക്ക് തോന്നിയില്ല. പക്ഷെ ഇവിടെ കൊണ്ടുവന്ന് വെച്ചപ്പോൾ ഇതുമ്പോൾ പൂവും കായും ഒക്കെ ആയിട്ട് നിൽക്കുന്നു. എല്ലാ കൊമ്പുമേയും കുറ്റിയിട്ട് കൊടുക്കണം. എല്ലാത്തുമ്മേയും വഴുതനങ്ങായാലേ താങ് അപ്പുറത്തിട്ട് കൊടുക്കണോ? അപ്പോൾ ഇതിന് വരണം. അപ്പം ഞാനൊരു കത്തി എടുത്തുകൊണ്ട് വരാം. കത്തി എടുത്തുകൊണ്ട് വന്നാലല്ലേ എടുക്കാൻ പറ്റുള്ളൂ. എല്ലാ വഴുതനങ്ങയും മാറ്റണോ? എല്ലാവരും മാറ്റിയാലും അവിടെ ഒരു വല ഇട്ട് കൊടുക്കാൻ പറ്റുള്ളൂ. ഉടക്ക് വലയുണ്ടല്ലോ, ഇട്ട് കഴിഞ്ഞാൽ മറ്റേ മീൻ പിടിക്കണ വലയാണത്. ഇവിടെ നമുക്ക് ഒരു മീൻ പിടിക്കുന്ന, ഞങ്ങൾ പിടിക്കാറില്ല, പക്ഷെ ഇവിടെ ഒരു ഉടക്ക് വല അപ്പുറത്തെ വീട്ടിലൊക്കെ ചേട്ടൻ്റെ ഉണ്ട് ഇവിടെ. അതിൽ കുടുങ്ങി കഴിഞ്ഞാൽ പിന്നെ ഇതുങ്ങളൊന്നും പോകൂല അല്ലേ, അതിട്ടാൽ തന്നെ വരൂലെന്നുള്ളേ. ഇതൊക്കെ ഉണ്ടെങ്കിലും അതിലൂടെ കിടക്കും. ചെറിയ വൈശാലി വല എന്ന് പറയണത് പോലത്തെ ഒരു വലയാണത്. പാമ്പ് വന്നാലും കീരിയൊന്നും കയറൂല, പിന്നെ ഉടക്കി കിടന്നോളും. അങ്ങനെ പിണഞ്ഞ് കിടക്കണ ഒരു കട്ടി കുറഞ്ഞൊരു വലയാണ്. ഈ നീല വല പോലെയല്ല, ഒരു കട്ടി കുറഞ്ഞ പിണഞ്ഞ് കിടക്കും അത്. പിന്നെ അവിടെ നമ്മ ഇങ്ങനെ അടുപ്പിച്ച് വെച്ച കാരണവും അല്ലേ ആകെ പിണഞ്ഞ് കിടക്കായിരുന്നു വഴുതനങ്ങ. മുമ്പേ ഇതിന് കുത്തണം. ഇത് ഇത്തിരി ഇങ്ങോട്ട് നീക്കി വെച്ചിട്ട് ഇങ്ങനെ കുത്തണം. ഇനി ഇപ്പുറത്ത് ചില്ല വെച്ചിട്ട് കെട്ടിയാൽ മതി. ഇവിടെ വെക്ക്. അതല്ല അതിൻ്റെ ഇപ്പുറം വെക്ക്. അവിടെ വെക്ക്. എന്നിട്ട് ഇങ്ങോട്ട് വലിച്ച് കെട്ടിയാൽ മതി. ചെറിയ കാര്യങ്ങളാണെങ്കിലും നമ്മൾ ചെയ്ത് കൊടുത്താൽ അതുങ്ങൾ ഇപ്പോൾ കുറച്ചാൾ വഴുതനങ്ങ മാത്രമാണ് ഉണ്ടാവണത്. അപ്പോൾ അതെങ്കിലും നിന്നോട്ടെ. പിന്നെ നമ്മൾ ഓലക്കീർ വെച്ച മുളക് നിൽക്കുന്നുണ്ട്. ഉണ്ടാവുമെന്നറിയില്ല, വെച്ചിട്ടുണ്ട്. ആ കത്തിയും കൊണ്ട് കെട്ടിയണം. മുട്ടായി ഇത് ഈ കോവലുമേലോട്ടെ ഈ പുല്ല് പടർന്നു പോവുകയാണ്. അപ്പം അത് വെട്ടിക്കളയണത്. ഇത് പെട്ടെന്നൊരു വളർച്ചയായി പോയല്ലേ. നേരത്തെ ഈ പറമ്പിൽ ഈ പുല്ല് മാത്രമായിരുന്നു. വാഴയൊക്കെ നിറച്ചിട്ടുണ്ടായിരുന്നപ്പോൾ അല്ലേ, വാഴയുമൊക്കെ നമുക്ക് ഇവിടെ കയറാൻ പറ്റാത്ത നാളിലൊക്കെ അങ്ങനത്തെ ഒരു പുല്ലാണിത്. വഴുതനങ്ങ എല്ലാനും ഇപ്പുറത്തോട്ട് ഇപ്പോൾ കുറ്റിയൊക്കെ ഇട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. വലിയ കുഴപ്പമില്ല. ഇത് വല കൊണ്ടുവന്നാ ഇങ്ങാട് ഇതേ വെള്ളം നിറഞ്ഞു പോകുന്നുണ്ട്. ആ വെള്ളം കുറച്ച് വാഴക്കടക്കിട്ടുണ്ടെങ്കിൽ വാഴ നനഞ്ഞാനെ, അല്ല അവിടെ ഇത്തിരി ഇട്ട് വെക്കായിരുന്നു. അങ്ങനെ തന്നെ ഓസേ മധുരക്കിഴങ്ങിൻ്റെ ഇലയൊക്കെ നല്ല വലുതായി വനുണ്ട്. ഈ മധുരക്കിഴങ്ങ് പടരാനായിട്ട് കുറച്ച് സ്ഥലം വേണമെന്നുള്ളേ.
അപ്പോൾ ഈ സൈഡിലുള്ള പുല്ലുകളൊക്കെ പറിച്ച് കളയാന്ന് ഓർത്താണ്. അപ്പോൾ പറിച്ച് കളഞ്ഞാൽ ഇതിന് പടരാനായിട്ട് എന്നിട്ട് വലയിട്ട് കൊടുക്കാമല്ലേ. പിന്നെ ഈ വെച്ചിരിക്കണ മംഗലങ്ങളൊക്കെ ഞാൻ ഇനി ഇതിൽ പൂവുണ്ടാവണ ചെടികൾ വെക്കാമെന്ന് ഓർത്തിരിക്കേണ്ടത്. ഈ 2-3 മംഗലങ്ങളുണ്ടല്ലോ, അത് ഒന്ന് പെയിൻ്റ് അടിക്കണം. പെയിൻ്റ് അടിച്ചാൽ ഇപ്പോൾ നല്ല ഭംഗിയായിരിക്കും. എന്നാൽ ഒരു ചട്ടി പെയിൻ്റ് അടിച്ചപ്പോൾ നല്ല ഭംഗിയായിട്ട് എനിക്ക് തോന്നി. അപ്പോൾ ഇതൊന്ന് ഇവിടുന്ന് ഇതൊക്കെ മാറ്റണം. ഇനി കുറച്ച് പുല്ല് ഞാനും കൂടി ഇരുന്ന് കളയട്ടെ. അപ്പോൾ ഈ സൈഡിലുള്ള കുറേ പുല്ലൊക്കെ വെട്ടി കളഞ്ഞിട്ടുണ്ട്. പിന്നെ ഇതൊന്ന് മണ്ണൊന്ന് ഇളക്കിയിട്ട് കൊടുക്കണം എല്ലായിടത്തും പോയി. ചിലയിടത്ത് നല്ല ഹാർഡ് മണ്ണ് കിടക്കുന്നുണ്ട്. ഡ്രാഗൺ ഫ്രൂട്ട് ഇപ്പോൾ അതേ പൊങ്ങി ഇത്രയും വരെ ആയിട്ടുണ്ട്. ഉണ്ട് അതേ ഇവിടെ ഒരു വളയം വെച്ച് കൊടുത്തിട്ടുണ്ട്. കമ്പിയല്ലേ ഇത്, കമ്പിയുടെ ഒരു വളയം വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പം അതിൽ ഒരു തൈയും കൂടി നിൽക്കുന്നുണ്ട്. ഇത് പറിച്ച് നടണമെന്നും പറഞ്ഞിരിക്കുന്നത്. ഒരു ദിവസം പറിച്ച് നടണം. എന്താ അന്ന് വാങ്ങിയപ്പോൾ ഡ്രാഗൺ ഫ്രൂട്ട് വാങ്ങിയപ്പോൾ 2 തൈ ആയിട്ടാണ് കിട്ടിയത്. അപ്പോൾ ഒരെണ്ണം കൂടി അതും കൂടി നട്ട് വെക്കാനുണ്ട്. ഇപ്പം നമുക്ക് നമ്മുടെ മാവ മാങ്ങ ഉണ്ടായപ്പോഴാണ് ചേട്ടനൊരു ആഗ്രഹം അല്ലേ, മധുരക്കിഴങ്ങ്. നല്ല 100 മധുരക്കിഴങ്ങായിരുന്നു അന്ന് കിട്ടിയത്. അങ്ങനെ മധുരം കുറവാണ്, അധികം മധുരമില്ല, പക്ഷെ നല്ല 100 അതിന്. അപ്പോഴാണ് ഇതിങ്ങനെ വലയിട്ട് കൊടുത്തത് നമുക്ക് എടുക്കാമല്ലോ. ഇവിടെ ഉള്ളത് ഇത്തിരി മണ്ണിളക്കി കൊടുക്കുക. അവിടെ നമുക്ക് പയ്യെ പയ്യെ കാട് പറിച്ചുകൊണ്ട് പോകാം. അവിടെ അങ്ങോട്ട് പോകണ്ടല്ലേ. ഇവിടെയൊക്കെ മണ്ണിളക്കി കൊടുക്കുകയാണ്. മഴ വരുമ്പോൾ ഇതൊക്കെ പോകുമല്ലേ. ഇവിടുത്തെ മധുരക്കിഴങ്ങിന് നല്ല വലിയ ഇലയല്ലേ. കല്ലും കട്ടയൊക്കെയാണ് ഇവിടെ. അവിടെയാണ് സാധനം പിടിച്ചത്. ഇടയ്ക്ക് വന്നൊരു വെട്ടി നിരത്തൽ വേണം ഇവിടെ, അല്ലെങ്കിൽ കാട് പിടിക്കും. വേനലായിട്ടാണ് ഇത്രയും പുല്ലല്ലേ. മഴയായി കഴിഞ്ഞാൽ അത് കടക്കാനേ പറ്റില്ല. കുറേ ഭാഗങ്ങളൊക്കെ അങ്ങനെ വൃത്തിയായി കഴിഞ്ഞിട്ടാണ്. പിന്നെ ഈ പഴയ തക്കാളിയൊക്കെ ഇനി ഉണ്ടാവാത്ത തക്കാളി തൈകളൊക്കെ പറിച്ച് കളഞ്ഞിട്ട് ഇനി ഗ്രോ ബാഗിൽ വേറെ എന്തെങ്കിലും വെക്കണം. ഇതാണ് ഈ പറഞ്ഞ ഉടക്ക് വല. കണ്ട ഒട്ടും കട്ടിയിൽ ഇതിന് ചെറിയ കണ്ണിയാണ്. അപ്പോൾ അതിൽ ഇതിൻ്റെ കാലേ തുരപ്പനായാലും കീരിയായാലും പാമ്പൊക്കെ ആയാലും ഉടക്കി കിടക്കും. പെട്ടെന്ന് കെട്ടുപിണയും. അത് കെട്ടുപിണഞ്ഞൊരു വലയാണ്. അപ്പോൾ അതുകൊണ്ട് ഇതറിയാവുന്ന ജീവികൾ കയറൂല അങ്ങോട്ട്. അപ്പോൾ ജീവികൾക്ക് ഇതറിയാം. ഈ വല കണ്ടു കഴിഞ്ഞാൽ അതാണ് ഇത് കയറൂലെന്ന്. ഇതിൻ്റെ ചുറ്റുവിട്ട് കഴിഞ്ഞാലേ ഇങ്ങനെ തടസ്സപ്പെടുത്തുന്നതിനാണ്, അതാണ് ഉദ്ദേശം. അങ്ങനെ ഈ വല ഇതിൻ്റെ ചുറ്റും ഇട്ട് കൊടുക്കാനായിട്ടാണ്. അവിടെ നിന്ന് ഇട്ട് കൊടുക്കണ്ട. അപ്പോൾ നമ്മ വരുമ്പോൾ നമ്മ ഒന്ന് പ്ലാസ്റ്റിക്കാണോ വല? ടങ്കീസിൻ്റെ വലയാണത്. പൊട്ടിച്ചാൽ ഇങ്ങനെ പൊട്ടിപ്പോകത്. പിന്നെ അത് ഭൂമിയിലോട്ട് ഇങ്ങനെ താന്ന് പോകും. അങ്ങനത്തെ ഒരു കുഴപ്പമുണ്ടാകും വലക്ക് അല്ലേ. നമ്മൾ നേരത്തെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ പക്ഷേ ഇത് ഭൂമിയിൽ നമുക്ക് പറിച്ച് ഇങ്ങനെ മറ്റേ വലകളൊക്കെ ആകുമ്പോൾ നമുക്ക് എടുക്കാം. ഈ വല പക്ഷേ പൊട്ടി പോകും അല്ലേ. പക്ഷെ നമുക്ക് മധുരക്കിഴങ്ങ് ഇത്തിരി കിട്ടണമെങ്കിൽ ഇത് ഇടാണ്ട് പറ്റുകയുമില്ല. നാളെപ്പോൾ ഇത്തിരി അത്രയും വല തികയോ മൊത്തം ഇടാനായിട്ട്? എന്നാൽ നമുക്ക് കിട്ടിയ ഒരു കിഴങ്ങാണ് നമുക്കതിൽ നിന്ന് കിട്ടിയത്. അത് ഒരു 1/2 കിലോ കൂടുതലുണ്ടായത്. അതിലും വലുതാവുമെന്നത് അങ്ങനത്തെ കിഴങ്ങാണ് നമുക്ക് ഇത് തന്ന ചേച്ചി പറഞ്ഞ് ഒരു ഇത് നല്ല വലുതാവുമെന്ന്. അപ്പോഴാണ് അതിനൊരാൾ പൊക്കിക്കൊണ്ടു ഇത് കീരി വന്ന് ചുമന്നുകൊണ്ടുപോവുകയാണ് ചെയ്തതല്ലേ. അപ്പോഴാണ് വലിയൊരു വിഷമമായത്. നമ്മ നടന്നതൊന്നും മുഴുവനും നമുക്ക് മാത്രമല്ല, എന്നാലും ഒന്നും നമുക്ക് കിട്ടാണ്ട് പോകുമ്പോൾ നമുക്കൊരു വിഷമമല്ല. ഇപ്പോൾ തന്നെ വീട്ടിലൊരു മാങ്ങ ഉണ്ടായിട്ട് നമ്മൾ മൊത്തം അത് പൊട്ടിച്ചെടുത്തിട്ടില്ല. കുറച്ചൊക്കെ ഒരു 5-10 അതിൽ കുറച്ച് അണ്ണാനും കാക്കൊക്കെ കിട്ടിയെടുത്തിട്ടുണ്ട്. മരം കൊത്തി കുയില് എന്തോരം ജീവികളാണ്. അണ്ണാനും കാക്ക, മരം കൊത്തി, കുയില്,
എല്ലാവരും വന്നേണ്ടത് കാരണം നമ്മൾ മൊത്തം പൊട്ടിച്ചെടുക്കൂല എല്ലാവരും. പക്ഷെ ഇത് അതിൻ്റെ അവകാശികളല്ലേ, നമ്മളിൽ അവകാശം അവർക്കാണ് പറയുന്നത് അല്ലേ. ഇപ്പോൾ ഈ വല വെറുതെ ചുറ്റിയിട്ടിട്ടുള്ളൂ. അപ്പോൾ ചേട്ടൻ പറഞ്ഞു ഇനി ഒന്ന് വിടർത്തിയിട്ട് കൊടുക്കണമെന്ന്. വിടർത്തിയിട്ട് കൊടുക്കുമ്പോഴെല്ലാം പിണയണ വന്നിട്ടുണ്ട്. എന്താ വിടർത്തിയിട്ട് കൊടുക്കണേ. മറ്റേ ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ കമ്പി കണ്ട ഇങ്ങനെ ഈ അടുത്ത ദിവസം നമ്മൾ സെറ്റ് ചെയ്തതാണ്. ചീനവലയുടെ കമ്പിയുടെ ബാക്കിണ്ടായിരുന്നല്ലേ ഇത്, വാർക്ക കമ്പി, വീടിൻ്റെ പണിയുടെ കമ്പിയല്ലേ. അത് വെച്ചാണ് ചുറ്റി കെട്ടി വെച്ചാക്കണത് നമ്മൾ. അതിൽ നന്നായിട്ട് ചെയ്യാന്നാണ് പറയണത്. ഇപ്പം ഇങ്ങനെയൊക്കെ ചെയ്യണ പുള്ളിക്ക് ഇഷ്ടമല്ല, തട്ടിക്കൂട്ട് പണികളൊന്നും ചെയ്യണ ഇഷ്ടമല്ല. അത് കാരണം അന്ന് എടുക്കാൻ പോയിട്ട് ഇയാൾ എടുക്കണ്ടെന്ന് പറഞ്ഞു. ഞാനാണെങ്കിൽ എല്ലാ തട്ടിക്കൂട്ട് എടുക്കും. പുതിയ കൂമ്പ് വന്നതൊക്കെ തിരിച്ച് നമ്മ അങ്ങോട്ട് ഇതിൻ്റെ ഉള്ളിലോട്ട് ആക്കിയിട്ട് കൊടുക്കണമല്ലോ ഇനി. അപ്പോൾ പുറത്തോട്ട് പോകില്ല, തിരിച്ചിട്ട് ഇതിൻ്റെ കൂമ്പുകൾ വന്നതേ അങ്ങോട്ട് തിരിച്ചിട്ട് കൊടുത്താൽ മതി ഇനി. അപ്പോൾ നമ്മൾ ഈ വലയും കൂടി ഇട്ട് കഴിഞ്ഞിട്ട് നമ്മുടെ ഇവിടുത്തെ ഇന്നത്തെ പണി അവസാനിപ്പിക്കുകയാണ്. വല ഒന്ന് വിടർത്തിയിട്ട് കൊടുത്തിട്ടേ. അപ്പോൾ ഞാനും എൻ്റെ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. അടുത്ത വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം.